രാവിലെ നീച്ചപ്പോ തന്നെ ഈ പടക്കം ബഷീർ ഹിരോഷിമയിലിട്ട ബോംബിനേക്കാൾ 2 ഇരട്ടി പവറിൽ ഒരു ബോംബാണ്. ബോംബ് ഇട്ടുമ്പോ നമ്മൾ അതിന്റെ ഉള്ളിൽ ഇട്ടണ മൂടും ചെയ്യും. എന്റെ പൊന്നെ മയക്കുവടി ആയിട്ട് അരിക്കൊമ്പന്റെ അവസ്ഥയെന്ന് എനിക്ക് ഇപ്പൊ മയക്കുവടി ആയിട്ട് ശുദ്ധമായി കിട്ടാൻ വേണ്ടി ജനലിന്റെ ഉള്ളിൽ കൂടി നോക്കി വലിയ വലിയ ഹോട്ടലായതുകൊണ്ട് ജനലോ തുറക്കാനും പറ്റണില്ല. മയക്കം മാറാൻ വേണ്ടിട്ട് ഒന്ന് കുളിച്ചാന്ന് വിചാരിച്ചു. വെറും കുളി കുളിച്ചാ പോരാ, മുങ്ങി കുളിച്ചാണ്. അത് സോപ്പ് മതട്ട് കണ്ട് തന്നെ കുളിച്ചാണ്. പോരാ നിൽക്കുമ്പത്തിന് ഇതൊക്കെ പാടെ കെട്ടിപ്പോയിണ്ടോണ്ട് ബാത്റൂമിൽ എന്തോ ഒച്ച പാടിച്ചിട്ട് പോയൊക്കെയാ. ഇവിടെ അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ പാടെ ഒരുമിച്ച് കുളിച്ചു. ഉള്ളിൽ തെച്ചിക്കോട്ട് രാമേന്ദ്രനും കുളിച്ചിട്ടുണ്ട്. ജനലിന്റെ ഉള്ളിൽ കൂടി പുറത്ത് നോക്കുമ്പോ നോമ്പുറിയുന്ന കാഴ്ചകൾ. ഇതൊക്കെ ആറാമല്ലേ. ഒറ്റ പിന്നെ ഇതൊക്കെ കണ്ട നോമ്പുറിയിച്ചിട്ട് കണ്ണ് പൊത്തി നിൽക്കുക. അങ്ങനെ ഒരു ഇഷ്ട ലക്ഷറി ജീവിതം നമ്മൾ പിന്നെയും ദാരിദ്ര്യത്തിൽ കറങ്ങി ലുലു മാൾക്കൊന്ന് പോയൊക്കെയാ. ഇവിടുത്തെ ഫ്രൂട്ട്സിന്റെ വില കണ്ടിട്ട് ഓന അസ്വസ്ഥനാണ്. ഓന്റെ പീടിയയിൽ ഇതുക്കും വില കുറവാത്ത. അപ്പോഴാണ് അലിൻ ജോസിനെ കാണാൻ പറ്റുമോ വെച്ചിട്ട് ഓനക്കൊന്ന് വിളിച്ചു നോക്കിയത്. അഹങ്കാരത്തിന് കജ്ജുങ്കാലും വെച്ചൊരു മുതലാണ് ഈ മുതൽ. ഓനൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു വിളിച്ചപ്പോ വലിയ ചാട. ആൾ സെലിബ്രിറ്റി ആണെന്ന് പറയും. നമ്മൾ ആറാട്ടെണ്ണ പിന്നെ മുത്തുമണിയാണ് പാവാണ് ചങ്ങ. മൂപ്പരോട് കുറെ നേരം വർത്താനം പറഞ്ഞായിരുന്നു. ആളൊരു സാധു. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോളിഡേ ഹോം പരിചയപ്പെടുത്തി തരാൻ വന്നിക്കാണ്. എറണാകുളത്ത് ഒരു കാലിന്റെ സൈഡിലായിട്ടുള്ള ഒരു ഹോളിഡേ ഹോം. ഓസ്റ്റേഴ്സിന്റെ പേജ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഫാമിലി ആയിട്ട് പ്രൈവസിയോടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. കാലിന്റെ സൈഡിൽ തന്നെ ഒരു പൂളും പ്രൈവസിക്ക് പറ്റിയ സ്ഥലമാണ്. അറ്റ് എ ടൈം ഒരു ടീം മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടാവും. അത്യാവശ്യം നല്ല റൂമുകളാണ്, ബാൽക്കണി ഉണ്ട്. എടുത്ത് പറയാമല്ലോ ഇവിടുത്തെ ഈവനിങ് വൈബ്. എന്റെ മോനെ ഒരു രക്ഷയില്ല. ബാക്കി നാളെ